ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അടുത്ത യാത്രയാണ്. അടുത്ത യാത്ര എന്ന് പറയുന്നത് നിസാമുദ്ദീനിൽ നിന്ന് നേരെ കോയമ്പത്തൂരോട്ടുള്ള വണ്ടിയിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്. 12/648 കുങ്കു എക്സ്പ്രസ് ആണ്. ഫെബ്രുവരി 4 എടുത്ത വീഡിയോ ആണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് ഈ വീഡിയോ അന്ന് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ നമ്മൾ രാവിലെ 6:30 സമയത്ത് ഈ വണ്ടിയിലേക്ക് കയറിയതാണ്. അപ്പം ചെറിയ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. മഞ്ഞിങ്ങനെ മൂടി നിൽക്കുകയാണ്. യു പി ഫുള്ള് മഞ്ഞായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഹസ്രത്ത് നിസാമുദ്ദീൻ എടുത്ത സമയം മുതലേ മഞ്ഞാണ്. പിന്നെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഈ കാണുന്ന വ്യൂസ് ഉണ്ടല്ലോ, ഇതിനെക്കാട്ടിയും ഭയങ്കര ഭയാനകരമായിട്ടുള്ള മഞ്ഞാണ്. നമുക്ക് ഒന്നും കാണാൻ സാധിക്കില്ല. അതുപോലെ ഇങ്ങനെ യാത്ര ചെയ്യുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ മൊബൈൽ സാധനങ്ങൾ ഇതെല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്തുകൊണ്ട് അവർക്ക് സാധിക്കും. കള്ളന്മാരുണ്ട് വണ്ടിക്കകത്ത്. ഈ കൊങ്കു എക്സ്പ്രസ്സിനകത്ത് ക്യാമറ സഹിതം ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് പ്രശ്നമുള്ള വണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ കഴിവതും ഇങ്ങനെയുള്ള സമയങ്ങളിൽ സൂക്ഷിക്കുക. പിന്നെ നമുക്ക് തേർഡ് AC എടുത്തതായിരുന്നു. വെയിറ്റ് ലിസ്റ്റ് ആയതുകൊണ്ട് പിന്നെ സ്ലീപ്പറിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, ഇത് ഫുള്ള് മഞ്ഞ് കയറി കിടക്കുകയാണ്. നമ്മളിപ്പം ഈ ഒരു സൈഡിൽ ഡോറിൻ്റെ സൈഡിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ആ സൈഡിൽ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. നമുക്കറിയാം അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. നമ്മുടെ ഫോൺ വടി കൊണ്ട് അടിച്ചിട്ട് എടുത്തുകൊണ്ട് പരിപാടികളൊക്കെ നോർത്ത് ഇന്ത്യയിലുണ്ട്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. വ്ളോഗേഴ്സ് എല്ലാം സൂക്ഷിക്കുക കേട്ടോ. വ്ളോഗേഴ്സും അല്ലാതുള്ളവരെല്ലാം സൂക്ഷിക്കുക ഇങ്ങനെയുള്ള യാത്ര ചെയ്യുന്ന സമയത്ത്. അപ്പോൾ രാവിലെ കൊങ്കു എക്സ്പ്രസ്സിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. 7 മണി സമയമാണിത്. നല്ല മഞ്ഞേറി കിടക്കുകയാണ്, കണ്ടില്ലേ. ഈ ലൊക്കേഷൻ പോലും നമുക്ക് കാണാൻ പറ്റണില്ല, അത്രയ്ക്ക് ഇതാണ്. നമ്മളിപ്പോൾ ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്ന് കയറിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായി. വണ്ടി സ്ലോ ആണ്, കാരണം വിഷ്വൽ കിട്ടുന്നില്ല, സിഗ്നലൊന്നും കിട്ടുന്നില്ല ഡ്രൈവർക്ക്. അപ്പോൾ വണ്ടി നല്ല സ്ലോ ആയി. കണ്ടില്ലേ, മൊത്തം മഞ്ഞ് കയറി മൂടി കിടക്കുക. യു പി ഫുള്ള് മഞ്ഞാണെന്നാണ് പറയുന്നത്. ഇന്ന് നാളെ നല്ല മഞ്ഞാണെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും യാത്ര ചെയ്യാൻ. ഇപ്പോൾ ചെറുതായിട്ട് സ്പീഡായിട്ടുണ്ട് വണ്ടി. ഭയങ്കര ഇതില്ലേ. ഇന്നത്തെ ഫുഡാണിത്. ബ്രെഡ് ഓംപ്ലേറ്റ്. എത്ര ഇത്? 50 രൂപ. ഒരുമാതിരി മുടിഞ്ഞ തണുപ്പാണ് ഗൈസ്. വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റണില്ല, അത്രയ്ക്ക്. നമ്മളെ കാലിലൊക്കെ ഒരു 3-4 സോക്സൊക്കെ ഉണ്ടായാലേ കാര്യമുള്ളൂ. പിന്നെ ഷൂസും ഇടണം. ഷൂസ് ഇല്ലെങ്കിൽ പെട്ടുപോകും. പിന്നെ ഞാൻ ഒരു ഓവർകോട്ട് ഡൽഹിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് അത് ഉപകരിച്ചു. അല്ലെങ്കിൽ എൻ്റെ കാര്യം തീരുമാനമായിരുന്നു. ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ അടിച്ച് ഒന്നാമതേ എനിക്ക് തൊണ്ടവേദനയൊക്കെ വരുന്നൊരു വ്യക്തിയാണ്. അതുപോലെ ഈ ഒരു സമയങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നൊരു കഴിവ് ശ്രദ്ധിക്കുക. ഈ സ്ലീപ്പറിലും കൂടെ ആണെങ്കിൽ ഒന്നാമത് റൂഫിൽ നിന്നുള്ള തണുപ്പെല്ലാം കൂടെ നേരിട്ടാണ് നമ്മുടെ ഉച്ചിയിലടിക്കുന്നത്. അത് പിന്നെ പറയണ്ടല്ലോ. ഒന്നാമത് AC കൂടെ അല്ല. ഇങ്ങനെയുള്ള യാത്ര ചെയ്യുന്നവർ മാക്സിമം AC എടുക്കാൻ ശ്രമിക്കുക. അതിനകത്താകുമ്പോൾ കുറച്ചൊക്കെ തണുപ്പ് കുറഞ്ഞു കിട്ടും. അങ്ങനെ നമ്മുടെ ഫെബ്രുവരി 4 യാത്രയിലാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് അനുഭവം ഉണ്ടായത്. അത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു യാത്രയിലെ ഘട്ടം ഘട്ടമായിട്ടുള്ള വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ മധുര റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം വണ്ടി ഇപ്പം കുറച്ച് സ്പീഡായിട്ടുണ്ട്. എന്നാലും ചില സ്ഥലങ്ങളിൽ മഞ്ഞ് കൂടുതലാണ്. മഞ്ഞ് ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷ്വലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്തോട്ട് വന്നപ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും വിഷ്വൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനാണ് ഫറാഖ് റെയിൽവേ സ്റ്റേഷനാണ്. ഫറാഖ് റെയിൽവേ സ്റ്റേഷനൊന്നും സ്റ്റോപ്പില്ല. അപ്പം നമ്മുടെ ഈ ഒരു വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഈ വണ്ടി പിന്നെ ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നേരെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, അതുപോലെ തന്നെ തെലങ്കാന റൂട്ടിൽ കയറിയിട്ട് ബാംഗ്ലൂർ വഴിയാണ് നേരെ കോയമ്പത്തൂർ പോകുന്നത്. ഇതൊരു വീക്കിലി എക്സ്പ്രസ് ആണ്. അത്യാവശ്യം തിരക്ക് കുറവുള്ള വണ്ടിയാണ്. പിന്നെ ഈ വണ്ടിക്കകത്ത് ഒരു ഡേഞ്ചർ എന്ന് പറയുന്നത് പിടിച്ചുപറിക്കാരും ഈ പറയുന്ന കള്ളന്മാരൊക്കെ
കയറുന്നുണ്ട്. സ്ലീപ്പറിൽ സേഫ് അല്ല. അതുപോലെ എ സിയിലെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ കയറിയപ്പോൾ തന്നെ നമുക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് ഈ വണ്ടിയിൽ യാത്രയൊക്കെ ചെയ്യുന്നവർ, ഈ വണ്ടി എന്നല്ല ഇന്ത്യയിലെ പല വണ്ടികളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പം നമ്മളിപ്പോൾ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പം മധുര റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പം അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ആഗ്രയിൽ ഒരു 3-4 മിനിറ്റ് എനിക്ക് തോന്നുന്നു സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, നിർത്തിയിടും വേണ്ടി. അപ്പോൾ ആഗ്രയിലൊക്കെ എത്തിയപ്പോൾ അത്യാവശ്യം മഞ്ഞിൻ്റെ ഒരു ഘടന കുറഞ്ഞ് വരികയാണ് കേട്ടോ ഗൈസ്.